ഈ അനുഗ്രഹിക്കപ്പെട്ട വൈകിയ വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ഇന്ന് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാനായി ദൈവം ഇങ്ങനെ അവസരത്തെ തന്നു. അല്പം വൈകി എന്നതിൽ സദയം ക്ഷമിക്കുമല്ലോ. വഴിയരികിൽ നിന്നുകൊണ്ടാണ് ഞങ്ങള് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് എന്നതുകൊണ്ടുള്ള അസ്വസ്ഥതകൾ ദയവായിട്ട് ക്ഷമിച്ചാലും. സ്തോത്രം. ഇതിനുശേഷം ഞങ്ങളെ കാണുന്നവർക്കും ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് കുഴപ്പമില്ല, കാര്യങ്ങൾ അറിയാം. എന്നാൽ ഇതിനുശേഷം ഞങ്ങളെ കാണുമ്പോൾ വണ്ടിയിലൊക്കെ ഇരുന്നുകൊണ്ട് ഇത് ചെയ്യുന്നത് എന്നൊരു ചിന്ത വരാൻ ഇടയുള്ളത് കൊണ്ട് അവർക്കും കൂടെ ഒക്കെ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അല്പസമയമേ ഇനി നമ്മുടെ മുൻപിൽ ഉള്ളൂ എങ്കിലും നമ്മൾ ചിന്തിച്ചു വരുന്ന എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. 9-10 വാക്യങ്ങൾ ഒന്നും കൂടെ വായിക്കാമല്ലോ. എങ്കിലും ദൈവകൃപയിൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 8-9 വാക്യങ്ങളിൽ നിന്ന് കാണുന്നില്ല, കാണുന്നു എന്ന ആ 2 പ്രയോഗങ്ങളായിരുന്നു ചിന്തിച്ചത്. 8-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കണ്ടത്, ദൈവം സകലവും മനുഷ്യന് കീഴാക്കി കൊടുത്തുവെങ്കിലും ഇപ്പോൾ എല്ലാം അല്ലെങ്കിൽ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അത് മനുഷ്യന്റെ വീഴ്ചയെ സംബന്ധിച്ചാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ 9-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. യേശുവിനെ അവൻ ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി എങ്കിലും നമുക്കെല്ലാവർക്കും വേണ്ടി യേശു മരണം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തു. എങ്കിലും ഇപ്പോൾ യേശുവിനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. ഇന്നലെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് യേശുവിനെ കാണുക, യേശുവിനെ നോക്കുക എന്നൊക്കെയുള്ള കാര്യമായിരുന്നു. യേശുവിനെ കണ്ടാൽ നമ്മുടെ ജീവിതമേ മാറും, നമ്മുടെ ലക്ഷ്യങ്ങൾ മാറും, നമ്മുടെ പ്രാർത്ഥനകൾ മാറും. അക്കാര്യങ്ങളൊക്കെ അല്പമായിട്ട് നമ്മൾ ഇന്നലെ കണ്ടു. ആ ഭാഗം അങ്ങനെ വിടുകയാണ്. സ്തോത്രം. യേശുവിനെ കാണുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ 3-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ ഇന്നലെ ചിന്തിക്കുകയുണ്ടായി. സ്തോത്രം. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ നമ്മൾ ചിന്തിച്ചതിൻ്റെ അല്പം തുടർച്ചയായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യേശുവിനെ നമ്മൾ ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നത്? കണ്ടത് എങ്ങനെയാണ്? ഇപ്പോൾ കാണുന്നത് എങ്ങനെയാണ്? സ്തോത്രം. യേശുവിനെ നമ്മൾ കണ്ട വിവിധ കാഴ്ചകൾ നമുക്ക് ഓർമ്മയുണ്ട്. സ്തോത്രം. വിവിധ കാഴ്ചകൾ നമുക്ക് ഓർമ്മയുണ്ട്. ആദ്യം നമ്മൾ യേശുവിനെ കണ്ടത് 1-ാമത്തെ അധ്യായത്തിലാണ്. ദൂതന്മാരുടെയും
ആരാധ്യനായി, ദൂതന്മാരുടെയും സ്തുത്യനായി. സ്തോത്രം. അത് പൂർവകാലത്ത് മാത്രമല്ല, ഭാവി കാലത്തും. 1:6 വാക്യത്തിൽ നമ്മൾ കണ്ടു ദൈവത്തിന്റെ കൽപ്പന. വീണ്ടും യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അവന്റെ സകല ദൂതന്മാരും അവനെ കുമ്പിടേണം, നമസ്കരിക്കണം എന്ന ദൈവത്തിന്റെ കൽപ്പനയാണ്. നാം യേശുവിനെ കണ്ടു തൻ്റെ പൂർവാസ്തിക്യ മഹത്വത്തിൽ, in his pre-existent glory. We see Christ in chapter 1. സ്തോത്രം. 2-ാം അധ്യായത്തിൽ നമ്മൾ യേശുവിനെ കണ്ടു a little while lower than the angels. ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി. Again, വീണ്ടും നാം യേശുവിനെ 2-ാമത്തെ അധ്യായത്തിൽ കാണുന്നു. എല്ലാവർക്കും വേണ്ടി മരിക്കുന്നവനായിട്ട്. സ്തോത്രം. എല്ലാവരുടെയും കൂടെ പ്രതിനിധി എന്ന നിലയിൽ മരിക്കുന്ന യേശുവിനെ നമ്മൾ കാണുന്നു, മരണം ആസ്വദിക്കുന്ന യേശുവിനെ നമ്മൾ കാണുന്നു. സ്തോത്രം. So the pre-existent glory, യേശുവിന്റെ pre-eminent ഗ്ലോറിയിൽ, യേശുവിന്റെ അനാദികാല മഹത്വത്തിൽ നമ്മൾ അവനെ കണ്ടു. അപ്രകാരം തന്നെ യേശുക്രിസ്തുവിന്റെ ഈ കാലത്തിനകത്തേക്ക്, ഈ കാലയവനികയ്ക്കകത്തേക്ക് മനുഷ്യനായി വന്ന യേശുവിനെയും ദൂതന്മാരെക്കാൾ താഴ്ച വന്നവനായ യേശുവിനെയും നമ്മൾ കാണുന്നു. നമുക്കേവർക്കും വേണ്ടി പ്രായശ്ചിത്ത മരണം വരിക്കുന്ന യേശുവിനെ നമ്മൾ കാണുന്നു. മരണം ആസ്വദിക്കുന്ന യേശുവിനെ നമ്മൾ കാണുന്നു. നമ്മുടെ എല്ലാവരുടെയും പാപം തൻ്റെ മേൽ വഹിച്ചവൻ, നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്തവൻ, നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ കടം ഒടുക്കത്തെ ചില്ലിക്കാശു വരെ കൊടുത്തു തീർത്തവൻ എന്ന നിലയിലാണ് നാം യേശുവിനെ കാണുന്നത്. എങ്ങനെ? എല്ലാവർക്കും വേണ്ടിയും മരണം അനുഭവിച്ചുവെന്നും ആസ്വദിച്ചുവെന്നും പറയുന്നത്. ഈ കാഴ്ചകൾക്ക് ശേഷമുള്ള അടുത്ത ഒരു കാഴ്ചയാണ് അപ്പോസ്തലൻ നമുക്ക് 9-ാമത്തെയും 10-ാമത്തെയും വാക്യത്തിൽ കാണിച്ചു തരുന്നത്. സ്തോത്രം. We see Jesus here as the glorified and the exalted Christ. സ്തോത്രം. അത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. യേശുക്രിസ്തുവിന്റെ അനാദികാലത്തെ മഹത്വത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് യേശുക്രിസ്തു തൻ്റെ മനുഷ്യത്വത്തിൽ മരണം ആസ്വദിച്ചതുകൊണ്ട്, മരണം അനുഭവിച്ചതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി നൽകിയ മഹത്വമാണെന്ന് നമ്മൾ നേരത്തെ അത് വിശദീകരിച്ചതുകൊണ്ട് ഇനിയും വിശദീകരിക്കേണ്ട ആവശ്യം ഇല്ലായിരിക്കുമല്ലോ. ഇവിടെ നമ്മൾ ഇന്ന് കാണുന്ന ആശയം നമുക്ക് വളരെ പരിചയമുള്ള ഒരു ആശയമാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ നിന്നും വളരെ വിഖ്യാതമായ ഒരു പ്രസ്താവന, എ വെരി ഫേമസ് statement or a declaration or a quotation from the Christian church history. That is, there is no crown without cross. No crown without cross. ക്രൂശില്ലാതെ കിരീടമില്ല എന്ന ഒരു
പ്രസ്താവന. ഇവിടെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് കാണാം. നമ്മൾ നേരത്തെ വായിച്ച ഫിലിപ്പ് ലേഖനം ഉൾപ്പെടെയുള്ള ലേഖനങ്ങളിലൊക്കെ അത് കാണുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ന് ആ വാക്യങ്ങൾ എടുത്ത് വായിക്കുന്നില്ല, പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നാം ഇന്ന് മഹത്വമണിഞ്ഞവനായി കാണുന്നു, തേജസ്കരിക്കപ്പെട്ടവനായി കാണുന്നു. സ്തോത്രം. തേജസ്കരിക്കപ്പെട്ടവനായി കാണുന്നു. അപ്പോൾ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതുകൊണ്ട്, യേശുക്രിസ്തു മരണം അനുഭവിച്ചതുകൊണ്ട്, മരണം ആസ്വദിച്ചതുകൊണ്ട്, 10-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായതുകൊണ്ട് നാം അവനെ എങ്ങനെ കാണുന്നു? മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി, തേജസ് ഉടുത്തവനായി നാം ഈ യേശുവിനെ കാണുന്നു. സ്തോത്രം. തേജസ് ഉടുത്തവനായി, മഹത്വീകരിക്കപ്പെട്ടവനായി. അതേ പ്രിയരെ, സ്വന്തം പുത്രന്റെ കഷ്ടാനുഭവങ്ങൾക്ക് പിതാവായ ദൈവം പുത്രന് ഇത്ര വലിയ മഹത്വം നൽകിയെങ്കിൽ നമുക്കും അത് വളരെ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. നാമും അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കും കഷ്ടതകൾക്കും തേജസ്സിൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു ഭാവി നമുക്കുണ്ട്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? There is a future for us, a bright future, a hopeful future for us. If we suffer for the sake of Christ today, we will be rewarded in glory. സ്തോത്രം. നാം യേശുക്രിസ്തുവിനായിട്ട് കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ തേജസ്സിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു ഭാവി നമുക്കുണ്ട് എന്നതാണ് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. സ്തോത്രം. നാം യേശുക്രിസ്തുവിനെ ദൂതന്മാരെക്കാൾ അല്പം താഴ്ച വന്നവനായി കാണുന്നെങ്കിലും അത് അല്പകാലത്തേക്കേ ഉള്ളൂ. നമ്മുടെ പ്രവാചക ശൈലിയിൽ പറഞ്ഞാൽ ഒരു ബ്രാക്കറ്റ് പീരീഡിലേക്ക് മാത്രം, ഒരു നിയമിക്കപ്പെട്ട അല്പകാലത്തേക്ക് മാത്രം. സ്തോത്രം. അല്പകാലത്തേക്ക് മാത്രം. അതെ, യേശുക്രിസ്തുവിന്റെ ജീവിതം നമുക്ക്, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയും നമുക്ക്, സ്തോത്രം, മാതൃകയാണ്. നമുക്ക് മാതൃകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ ജീവിതത്തിൽ നാമും കടന്നു പോകുന്ന കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും ഉപദ്രവങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ തളർന്നു പോകാതെ ഇരിക്കേണ്ടതിന്. സ്തോത്രം. തളർന്നു പോകാതെ ഇരിക്കേണ്ടതിന്. ക്രിസ്തു കഷ്ടം അനുഭവിച്ചെങ്കിൽ നാം അവനെ ഇപ്പോൾ തേജസ് ധരിച്ചവനായി കാണുന്നു, മഹത്വം അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. നമുക്കും അത് വലിയ പ്രത്യാശയാണ് നൽകുന്നത്. സ്തോത്രം. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 16 മുതൽക്കുള്ള വാക്യങ്ങൾ നമുക്ക് പരിചയമുണ്ടല്ലോ. കിട്ടിയെങ്കിൽ എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോളൂ, പരിചയമുള്ളതാണെങ്കിലും. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ
അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ഒന്ന് നാം നിൽക്കണേ സുരേ, അവനോടുകൂടെ ഒന്ന് നിൽക്കണേ. നമ്മൾ ദൈവമക്കളാണ്. മക്കളാണെങ്കിൽ നമുക്കൊരു അവകാശമുണ്ട്. ദൈവത്തിന്റെ അവകാശവും ക്രിസ്തുവിന്റെ കൂട്ടവകാശവും. സ്തോത്രം. നമുക്ക് വളരെ പരിചയമുള്ളതാ. ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ നമ്മുടെ അവകാശമൊക്കെ ക്ലെയിം ചെയ്യുന്നവരാണ് നമ്മൾ. ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവകാശങ്ങളെ നമ്മൾ അവകാശപ്പെടുന്നവരാണ്. We used to claim the rights as the children of God. സ്തോത്രം. We have an inheritance since we are God's children. Of course, we are God's children. നാം ദൈവത്തിന്റെ മക്കളാണ്. മക്കളാണെങ്കിൽ നമുക്കൊരു അവകാശമുണ്ട്. കൂട്ടവകാശമാണ് ക്രിസ്തുവിനോട് കൂടെ. ക്രിസ്തുവിന് എന്തൊക്കെയായിരുന്നു അവകാശം? സ്തോത്രം. നമുക്ക് എന്തൊക്കെ അവകാശങ്ങളാ ഉള്ളത് ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ? പറഞ്ഞാട്ടെ, വന്നാട്ടെ. സ്തോത്രം. നമുക്കുള്ള ആരെങ്കിലും പറയുന്നു? യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നമ്മളും കഷ്ടം അനുഭവിക്കുവാൻ ആ അവകാശവും നമുക്കുണ്ട്. സ്തോത്രം. രണ്ട് അവകാശങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇനി ബാക്കി വായിച്ചോ സുജ. ദൈവത്തിന്റെ അവകാശങ്ങളും ക്രിസ്തുവിന് കൂട്ടാവകാശങ്ങളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. സ്തോത്രം. രണ്ട് അവകാശങ്ങൾ. ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകി. നമുക്ക് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിപ്പാനായിട്ട് സാധിക്കുന്നു. നാം ദൈവത്തിന്റെ മക്കളാണ്. യോഹന്നാനും പറയുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1:12 നമുക്ക് ദൈവ മക്കളാകാനുള്ള അധികാരം നൽകിയിരിക്കുന്നു. 13-ാം വാക്യത്തിൽ പറഞ്ഞു, ദൈവത്തിന്റെ മക്കൾ രക്തത്താലോ ജഡത്താലോ പുരുഷന്റെ ഇഷ്ടത്താലോ ഒന്നുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിക്കുന്നത്. സ്തോത്രം. 1 യോഹന്നാൻ 3:1 പറയുന്ന കാര്യവും നമുക്ക് മനഃപാഠമാണ്. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം അല്ലെങ്കിൽ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം ദൈവമക്കളാണ് എങ്കിൽ നമുക്കുള്ള ഒത്തിരി അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അവകാശങ്ങൾ. സ്തോത്രം. ഒന്ന് തേജസ്, രണ്ട് സ്തോത്രം കഷ്ടങ്ങൾ. തേജസ്സും കഷ്ടവും. സ്തോത്രം. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന്, പക്ഷേ വ്യവസ്ഥ അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. നമുക്കുള്ള വാഗ്ദത്തമാണ് തേജസ്കരണം. നമ്മളിപ്പോൾ വായിച്ച എബ്രായർ 2:10 അതാണ് കണ്ടത്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത്. അപ്പോൾ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒന്നാണ് തേജസ്. നമ്മൾ അതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. ആദാമിന് നഷ്ടപ്പെട്ട തേജസ് അല്ലെന്നും യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് തിരികെ ലഭിക്കുന്ന അതിമഹത്തായ തേജസ്സാണെന്നും അതിനെ ആവർത്തിക്കേണ്ടതില്ലല്ലോ. നമ്മള് വെളിപ്പാട് പുസ്തക പഠനത്തിൽ തന്നെ ആ കാര്യങ്ങള് കണ്ടിരുന്നതാണ്. ആദാമിന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന തേജസ് അല്ല,
യേശു ക്രിസ്തുവിന് ഉണ്ടെന്ന ദൈവത്തിന്റെ വചനം പറയുന്ന തേജസ് നമ്മൾ പ്രാപിക്കും. സ്തോത്രം. നമ്മൾ യേശു ക്രിസ്തുവിനോട് സദൃശന്മാർ ആകും. വി വിൽ ബി ലൈക്ക് ദ എക്സോൾട്ടഡ് ക്രൈസ്റ്റ് ജീസസ്. അപ്പോൾ നമുക്കൊരു തേജസ്സിന്റെ വാഗ്ദത്തം ലഭിച്ചിരിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തങ്ങളിൽ ഒന്നാണ് തേജസ്സിന്റെ വാഗ്ദത്തം, അഥവാ യേശുക്രിസ്തുവിനോട് അനുരൂപരാകുന്നതിനുള്ള വാഗ്ദത്തം. പക്ഷേ വ്യവസ്ഥയുമുണ്ട്. വാഗ്ദത്തമാണെങ്കിൽ അതിനൊരു വ്യവസ്ഥയും കൂടെയുണ്ട്. എന്താണ് ആ വ്യവസ്ഥ? സ്തോത്രം. അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. സ്തോത്രം. അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ക്രിസ്തുവിനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ നമുക്ക് ക്രിസ്തുവിനോട് കൂടെ തേജസ്സും ലഭിക്കും. പക്ഷെ ഇന്ന് നമ്മൾ കഷ്ടം അനുഭവിക്കുവാൻ അത്ര കണ്ട് സമർപ്പിതരല്ല. സ്തോത്രം. പക്ഷേ കർത്താവ് ഇന്നും നമ്മെ വിളിക്കുന്നത് നമ്മുടെ ക്രൂശുമെടുത്ത് അവിടുത്തെ അനുഗമിക്കുവാനാണ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഇന്നത്തെ പല സുവിശേഷകരും പ്രസംഗകരും സോ കോൾഡ് എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയപ്പെടുന്നവർ, സുവിശേഷകരെന്നും പ്രസംഗകരെന്നും ക്രിസ്തീയ ശുശ്രൂഷകരെന്നും ഒക്കെ പറയപ്പെടുന്ന വ്യക്തികൾ നമ്മുടെ തോളിലിരിക്കുന്ന കുരിശ് പിടിച്ചു വാങ്ങി നിലത്ത് വെച്ചിട്ട് അതിൽ കുറെ ക്രോസ് ബാറുകളും കൂടെ അടിച്ച് ഏണിയാക്കി തരും. കർത്താവ് നമ്മെ ഏൽപ്പിച്ചത് കുരിശ. പക്ഷേ ക്രൈസ്തവ നേതാക്കൾ തന്നെ, പ്രസംഗകര് തന്നെ നമുക്ക് ക്രൂശിനു പകരം ലാഡർ, ഏണി ഉണ്ടാക്കി തരും. കയറി അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ പ്രാപിച്ചോളാനെന്നും പറഞ്ഞു. എന്നാൽ നമ്മുടെ ക്രൂശുമെടുത്ത് നാം യേശുവിനെ അനുഗമിച്ചാൽ ദൈവം നമുക്ക് ക്രിസ്തുവിന് ലഭിച്ചതുപോലെ തേജസ് വാഗ്ദത്തം ചെയ്യുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് നാം ഈ എബ്രായർ 2:9-10 വാക്യങ്ങളിൽ കാണുന്നത് the cross and the crown. Without cross there is no crown. ക്രൂശ് ഇല്ലാതെ കിരീടം ഇല്ല. ക്രൂശ് അനുഭവിച്ചോ കിരീടവും നമുക്ക് നൽകപ്പെടും. യേശു ക്രിസ്തുവിനെ നാം അങ്ങനെ തേജസ് ധരിച്ചവനായിട്ട് കാണുന്നു. ആ ക്രിസ്തുവിലൂടെ നമുക്കും ഉള്ള സാധ്യതയും വാഗ്ദത്തവുമാണ്, സ്തോത്രം, നമുക്കും ക്രിസ്തുവിനോട് സമന്മാരായിട്ട് തീരാം. ഏത് വിഷയത്തിൽ? തേജസ്സിന്റെ വിഷയത്തിൽ. എന്നാൽ അതിനു മുമ്പ് നമ്മൾ ക്രിസ്തുവിനോട് ഏത് വിഷയത്തിൽ സമരാകണം? കഷ്ടാനുഭവങ്ങളിൽ. സ്തോത്രം. മുൻപും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാ. യേശു തൻ്റെ ശിഷ്യന്മാരിൽ 3 പേരുമായിട്ട് നാം അറിയുന്നത് പോലെ മറുരൂപമലയിലേക്ക് പോയി. സ്തോത്രം. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ വിശുദ്ധ പർവ്വതത്തിൽ അവര് 3 പേരും അവിടെ ഇരുന്ന് ഉറങ്ങി. ഉറക്കപ്പിച്ചയിൽ പത്രോസ് നോക്കിയപ്പം ഏലിയാവും മോശയും നമ്മുടെ കർത്താവിനോട് സംസാരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ ഒരു ചെറിയ അംശം അവർ കണ്ടു. അപ്പോഴേക്കും 9 ശിഷ്യന്മാര് പർവ്വതത്തിന്റെ താഴെ പട്ടണത്തിലുണ്ട്.
യേശുവിന് ആത്മാവിൽ മനസ്സിലായി അവിടെ പ്രശ്നം നടക്കുക. അതുകൊണ്ട് യേശു പറഞ്ഞു, ബാ നമുക്ക് പോകാം. പക്ഷേ നമ്മളൊക്കെ സാധാരണ നമ്മുടെ യോഗം കഴിയുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം അവിടെ ഉണ്ട്. എന്തുവാ? ഇവിടെ ഇരിക്കുന്നത് നല്ലത്. നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. യേശു വിളിച്ചിട്ടും യേശുവിന്റെ വസ്ത്രം പോലും തേജസ്കരിക്കപ്പെടുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ സ്ഥലത്ത് തുടരുവാൻ ശിഷ്യന്മാർക്കൊരു കൊതി. പക്ഷേ കർത്താവിന് പോകണമായിരുന്നു. അവരെ വിളിച്ചുകൊണ്ട് കർത്താവ് പോയി. ചില നാളുകൾ കഴിഞ്ഞു ഇതേ 3 ശിഷ്യന്മാരുമായി യേശു ഗതസമന എന്ന തോട്ടത്തിലെത്തി. അവരോട് പറഞ്ഞു, അല്പനേരം നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. പക്ഷേ 3 പ്രാവശ്യം പറഞ്ഞിട്ടും അവർക്ക് ഉറക്കം താങ്ങാൻ വയ്യാതെ ഉറങ്ങിപ്പോയി. യേശുവിൻ്റെ വസ്ത്രം പോലും തേജസ്കരിക്കപ്പെടുന്ന സ്ഥലമല്ല ഗതസമന. യേശുവിൻ്റെ വിയർപ്പ് തുള്ളികൾ പോലും രക്തത്തുള്ളികളായി നിപതിക്കുന്ന സ്ഥലമാണ് ഗതസമന. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടെന്ന് കരുതുന്നു. ഒരിടത്ത് വസ്ത്രം പോലും തേജസ്കരിക്കപ്പെടുന്ന മറുരൂപമല്ല, മറ്റൊരിടത്ത് വിയർപ്പ് പോലും രക്തത്തുള്ളികളായി നിലത്ത് വീഴുന്ന മരണവേദനയുടെ സ്ഥലം. രണ്ടിടത്തും പ്രാർത്ഥനയാണ്. രണ്ടിടത്തും ഒരേ ആൾക്കാർ, ജീസസ് പ്ലസ് ദ ഡിസൈപ്പിൾസ്, യേശുവും 3 ശിഷ്യന്മാരും 2 സ്ഥലത്തും. പക്ഷെ അവരുടെ മനോഭാവത്തിന്റെ വ്യത്യാസം കണ്ടോ? തേജസ്കരിക്കപ്പെടുന്ന ഇടത്ത് നിന്നും അവർ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് വിളിച്ചിട്ടുകൂടെ ഇവിടെ ഇരിക്കുന്നത് നന്ന് എന്ന് പറഞ്ഞ് യേശുവിനെയും കൂടെ അവിടെ ഇരുത്താൻ ശ്രമിക്കുക. എന്നാൽ രക്തം വിയർക്കുന്ന സ്ഥലത്ത് എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീനെന്ന് കർത്താവ് പറഞ്ഞിട്ടും അവിടെ രക്തം വിയർക്കുന്ന കഷ്ടതയുടെ സ്ഥലത്ത് യേശുവിനൊപ്പം ഇരിക്കുവാൻ ആളില്ലായിരുന്നു. സ്തോത്രം. യേശു അപ്പം നുറുക്കി കൊടുത്തിടത്ത് ആയിരക്കണക്കിന് ആൾക്കാർ കൂടി. എന്നാൽ യേശു തന്നെ സ്വയം ജീവന്റെ അപ്പമായി നുറുക്കപ്പെടുന്ന സമയത്ത് യേശുവിന്റെ ശിഷ്യന്മാര് പോലും അവനെ വിട്ടിട്ട് ഓടി. സ്തോത്രം. പ്രിയരെ, നമ്മൾ ഇതിൽ ഏത് കൂട്ടരാവും? കാര്യം മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് ഇന്നും നമ്മെ വിളിക്കുന്നത് അവന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ വേണ്ടിയിട്ടാണ്. യേശുവിനായി കഷ്ടം സഹിക്കുവാനാണ് ഇന്നും നമ്മുടെ കർത്താവ് നമ്മെ വിളിക്കുന്നത്. ദിസ് ഈസ് an appointment to suffer for Christ. It's an ordination. We are ordained to endure hardship. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇത് ഒരു ഗിഫ്റ്റ് ആണ്. കഷ്ടം അനുഭവിക്കുക എന്നത് ഒരു വരമാണ്, ഒരു കൃപാവരം എന്ന് പറയാം. സ്തോത്രം. പക്ഷെ നാം ക്രിസ്തുവിനായി കഷ്ടം സഹിക്കാൻ ഒരുക്കമാണോ എന്നതാണ് ചോദ്യം. യേശുക്രിസ്തുവിനായിട്ട് കഷ്ടം സഹിക്കുവാൻ നാം സമർപ്പിതരാണോ?
നാം ഒരുക്കമാണോ? സ്തോത്രം. പ്രിയരെ, നാം ക്രിസ്തുവിനായിട്ട് കഷ്ടം സഹിക്കുന്നെങ്കിൽ നമുക്കത് തേജസ്സായിട്ട് തിരികെ തരും. 1 പത്രോസ് 5:10 കൂടെ ഒന്ന് വായിച്ചാട്ടെ. 1 Peter 5:10. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. സ്തോത്രം. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവേശുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന ദൈവം. സ്തോത്രം. കർത്താവ് നമ്മെ വിളിക്കുന്നത് സ്തോത്രം എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിൽ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? Eternal glory in Christ. Eternal glory in Christ. യേശു ക്രിസ്തുവിൽ നിത്യ തേജസ്സിനായിട്ട്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ലഭിക്കുവാൻ പോകുന്ന തേജസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന്. നമുക്ക് ലഭിക്കാൻ പോകുന്ന നിത്യതയിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന തേജസ്, സ്തോത്രം, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സ്തോത്രം. ഏറ്റവും ഒന്നാമത് ഓർമ്മയുള്ളവർ കാണുമായിരിക്കും അല്ലേ? മറന്നുപോയോ? യേശുക്രിസ്തുവിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടതയുടെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന ഭാഗത്തോട് തന്നെ ചേർത്ത് വെച്ചത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. In reciprocal to the sufferings we endure for the Lord. കർത്താവിന് വേണ്ടി നാം സഹിക്കുന്ന കഷ്ടതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തേജസ് ലഭിക്കും. പിന്നെ 2, ആത്മാക്കളെ നേടുന്നതിനനുസരിച്ച്. In ratio with we work hard for the Lord. കർത്താവിന് വേണ്ടി നാം അധ്വാനിക്കുന്നതിനനുസരിച്ച് നമുക്ക് തേജസ് ലഭിക്കും. ആത്മാക്കളെ നേടുന്നതും അതിൽ ഉൾപ്പെടും. 3, വിശുദ്ധ ജീവിതത്തിനനുസരിച്ച്, അക്കോർഡിംഗ് ടു ദ പേഴ്സണൽ ഹോളി ലൈഫ്. നമ്മുടെ രഹസ്യ ജീവിതത്തിലെ വിശുദ്ധീകരണത്തിനനുസരിച്ച് നമ്മുടെ തേജസ് വർദ്ധിക്കും. 4, as we spend for the sake of the gospel. സുവിശേഷത്തിനായി ചിലവിടുന്നതിനനുസരിച്ച്, നഷ്ടമാക്കുന്നതിനനുസരിച്ച്. സ്തോത്രം. ആസ് വി 2 തരത്തിലുണ്ട്. 1 ചിലവിടുക, 5 കർത്താവിന് വേണ്ടി നാം നഷ്ടപ്പെടുത്തുക. ചിലവിടുന്നത് രണ്ടും സംഭവം ഒന്നാണെങ്കിലും ചിലവിടുന്നത് സ്വമനസ്സ നമ്മള് വോളണ്ടിയർലി കൊടുക്കുന്നതാണ്. എന്നാൽ നഷ്ടപ്പെടുത്തുന്നത് ആരെങ്കിലുമൊക്കെ അപഹരിച്ചുകൊണ്ട് പോകുന്നതാണ്. പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ നമ്മളിപ്പോ കണ്ടു, നേരത്തെ കണ്ടിട്ടുള്ളതാണ്. The glory we are to receive will be in accordance with the sufferings we endure for the sake of Christ. For as we work for the Lord, labor hard for the Lord, according to holiness in our personal lives,
according to we spend for the Lord voluntarily. And fifthly, as per the laws we endure for Christ. ഈ 5 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് തേജസ് ലഭിക്കുവാൻ പോകുന്നത്. ക്രിസ്തുവിനായി നാം സഹിക്കുന്ന കഷ്ടതകൾ, ക്രിസ്തുവിനായി നാം ചെയ്യുന്ന അധ്വാനം, നമ്മുടെ വ്യക്തിപരമായ വിശുദ്ധ ജീവിതം, ക്രിസ്തുവിനായിട്ട് നാം എന്തൊക്കെ സ്വമനസ്സാൽ കൊടുക്കുന്നുവോ, 5 മനസ്സോടെ നമ്മൾ കൊടുത്തതല്ലെങ്കിലും സുവിശേഷത്താൽ നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രധാനപ്പെട്ട 5 അടിസ്ഥാനങ്ങളിലാണ് നമുക്ക് തേജസ് ലഭിക്കുന്നത്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗവും കൂടെയാണ് നാം 2 കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത് 4-ാം അധ്യായത്തിന്റെ 16 തൊട്ടുള്ള വാക്യങ്ങളിൽ. സ്തോത്രം. അവിടെ അപ്പോസ്തലൻ പറയുന്നു, നമുക്ക് ലഭിപ്പാൻ പോകുന്ന തേജസ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് നമുക്ക് എണ്ണാം. സ്തോത്രം. അതും പൗലോസ് അവിടെ പറയുന്നത് ലഘുവായതും അല്പസമയത്തേക്കുള്ളതുമായ കഷ്ടം. നമ്മളെ നാട്ടിൽ പറയുന്നത് പോലെ ചുണ്ടയ്ക്ക കൊടുത്തിട്ട് വഴുതനങ്ങ മേടിക്കുന്ന പരിപാടിയാണ്. ഇത് വഴുതനങ്ങായും അല്ല, അതിനേക്കാളും വലുതാണ്. നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് കഷ്ടം സഹിക്കുന്നു, അനുഭവിക്കുന്നു. അത് അല്പസമയത്തേക്കേ ഉള്ളൂ, ലഘുവായതുമാണ്. എന്നാൽ നമുക്ക് തിരികെ ലഭിപ്പാൻ പോകുന്നതോ അത്യന്തം അനവധിയായ മഹത്വം അഥവാ തേജസ്. സ്തോത്രം. അത്യന്തം അനവധിയായത്. അതുകൊണ്ട് നാം കഷ്ടതകൾ സഹിക്കുമ്പോൾ പിറുപിറുക്കാതെ, നിരാശപ്പെടാതെ, യേശുക്രിസ്തുവിനെ തന്നെ മാതൃകയാക്കിക്കൊണ്ട് മുൻപോട്ട് നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ്സിന്റെ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഈ വചനങ്ങൾ നമുക്ക് മുഖാന്തരങ്ങളാകട്ടെ. സ്തോത്രം. നമ്മുടെ കർത്താവ് കഷ്ടം അനുഭവിച്ചതുകൊണ്ട്, നമുക്കെല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചതുകൊണ്ട് ബഹുമാനവും മഹത്വവും അണിഞ്ഞവനായി നമ്മളെ കർത്താവിനെ കാണുന്നു. നാം ഇന്ന് സുവിശേഷത്തിനായിട്ട് സഹിക്കുന്ന എല്ലാ കഷ്ടതകൾക്കും പ്രതിഫലം നൽകുവാൻ നമ്മുടെ കർത്താവ് വരുന്നു. ആ വരവിനായിട്ട് ദൈവം നമ്മെ ഈ വചനങ്ങളാൽ ഒരുക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ.